ഫ്രണ്ട്സേ, ധന്യാണേ. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏപ്രിൽ 5-ന് പാടന്തറ മർക്കസിൽ വെച്ച് 850 വധൂവരന്മാരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. അതിൽ ഞാനും പങ്കാളിയായിരുന്നു. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ മാത്രമല്ല കല്യാണത്തിന് പോയത്, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷെ അവിടെ 1 ലക്ഷത്തിൽ പരം ആളുകൾ അവിടെ വന്നതുകൊണ്ട് എല്ലാവരുടെ മൊബൈൽ ഫോണും എന്താ പറയാ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, റേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആർക്കും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാതെ ഞാൻ മനഃപൂർവ്വം കോൾ എടുക്കാതിരുന്നതല്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിലാണ് കേട്ടോ പോയത്. ഞാനാണെന്ന് വെച്ചാൽ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ, അതായത് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പം ഞാൻ വണ്ടിയിലാണ് പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും എനിക്ക് അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു മനോഹരമായ കാഴ്ച കാണാനായിട്ട് ആർക്കാണ് ആഗ്രഹം ഇല്ലാണ്ടാവുക അല്ലേ? ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെയൊരു പിന്നെ ഈ ഒരു കല്യാണത്തിന് പോകുന്നത്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതും ഞാനും ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ റെക്കമെൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ 800 പേരല്ല കേട്ടോ ധന്യ ചേച്ചി, 850 പേരാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന്റെ മുന്നത്തെ 3 വർഷത്തെ മുന്നേ ഉള്ള വീഡിയോ ആയിരുന്നു അത്. അതിങ്ങനെ റെക്കമെൻഡ് വരികയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം 850 വധൂവരന്മാരുടെ കല്യാണമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് പാടന്തറ മർക്കസിൽ. ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെയും ഒക്കെ ആ ഒരു നേതൃത്വത്തിലും. ഉസ്താദിന്റെ പ്രിയ ശിഷ്യനാണ് ദേവർശോല ഉസ്താദ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഉസ്താദുമാരെ, മഹാപണ്ഡിതന്മാരൊക്കെ ആ ഒരു വേദി നിറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അഭിമാനവും എനിക്ക് തോന്നിയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് അവിടുത്തെ പിന്നെ ആ ഒരു പ്രസംഗം, അവരുടെ ആ ഒരു സംസാരം ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. കാരണം വേറൊന്നും അല്ല കേട്ടോ, ഭയങ്കര തിരക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡായിരുന്നു. കാരണം നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും തിരക്കുണ്ട് അവിടെ. കാരണം നമ്മൾ വിചാരിച്ച പോലെയുള്ള അതിനെക്കാട്ടി ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. കാരണം ഇപ്പൊ ഞാൻ അതിന് മുന്നത്തെ വർഷം പോയ സമയത്ത് അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനൊക്കെ സീറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്കുണ്ട്, ആളുകൾ ഉണ്ടായിരുന്നു, എന്നാൽ കൂടെ അഡ്ജസ്റ്റബിൾ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയ പോലെയായിരുന്നു. നമുക്ക് നിൽക്കാൻ പോലും ഇടമില്ലാത്തൊരവസ്ഥയായിരുന്നു. 3 ഗ്രൗണ്ട് ഉണ്ട്. ആ 3 ഗ്രൗണ്ടും നിറഞ്ഞു, റോഡും കവിഞ്ഞൊഴുകി. അതുപോലെ ആണുങ്ങളുടെ ഭാഗമുണ്ട്, അവിടെയും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഈ 850 ആളുകളെ കുട്ടികളുടെ കല്യാണം കാണാനും സാധിച്ചു, അതിൽ പങ്കെടുക്കാനും സാധിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഭക്ഷണമൊക്കെ നന്നായിരുന്നു കേട്ടോ. ഇത്രയും ആളുകൾക്ക് ഫുഡൊക്കെ വെച്ച് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എത്രമാത്രം കഷ്ടപ്പാടായിരിക്കും. ആ ഒരു വെയിലെന്ന് തന്നെ അല്ല, പിന്നെ അവിടെ ഒരു ടെന്റ് അവർ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കൂടെ ചൂടാണ്. ആ ചൂടത്തൊക്കെ എന്താ പറയാ, ഈ ഇവിടെ വന്ന കല്യാണത്തിന് പങ്കെടുക്കാൻ വന്ന ആളുകൾക്കൊക്കെ ഫുഡ് കിട്ടണം എന്നുള്ള ആ ഒരു പ്രയത്നം, അതും എല്ലാവർക്കും ഭക്ഷണം യഥേഷ്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാനും അതേപോലെ തന്നെയായിരുന്നു. ഞാന് മോള് അമ്മയൊക്കെ കൂടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മകളാണിച്ച ഒരേ കരച്ചിലായിരുന്നു. കരച്ചിൽ പറഞ്ഞാൽ പോവാ പറഞ്ഞിട്ട്, പിന്നെ തിരക്ക്, ചൂട്, അങ്ങനെയൊക്കെ ആയിട്ട് അവള് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മന്റെ തോളിൽ കിടന്നു. പിന്നെ കുട്ടിനെയും തൂക്കിയിട്ട് ഇങ്ങനെ കുറെ നേരം നിൽക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഞാൻ ഭക്ഷണം വാങ്ങിക്കാതെ കിട്ടിയില്ല. കാരണം ഒരു 11 മണിയാകുമ്പോഴേക്കും തന്നെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടാ. പക്ഷെ അത്രയും തിരക്കായിരുന്നു. കിട്ടിയില്ല എന്നല്ല, നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെ മകളെ എടുത്തിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടായി, കാലൊക്കെ വേദനിച്ചിട്ട്. അപ്പൊ ഞാൻ ശരി എന്നാൽ നമുക്ക് ഒരു സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നമുക്ക് കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് മേടിക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഒരു ഉസ്താദ് വന്നു. ഉസ്താദ് എന്നോട് ചോദിച്ചു, ധന്യ മോളെ നീ ഫുഡ് കഴിച്ചോ ചോദിച്ചു. അപ്പൊ ഞാൻ ഇല്ല, ഫുഡ് ഞാൻ വാങ്ങിക്കാൻ പോണുള്ളൂ, കുറച്ച് തിരക്കാണ്. ശരി, നല്ല തിരക്കുണ്ട്, വിചാരിച്ച പോലെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു. എന്നിട്ടും ആ ഉസ്താദിന് മനസ്സ് കേൾക്കുന്നില്ല. എന്തെന്നറിയോ, ഒരു പൊതി അല്ലെങ്കിൽ ഒരു ബോക്സ് ഫുഡെങ്കിലും വാങ്ങിച്ച് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആ ഉസ്താദ് ഒരു ബോക്സ് ഫുഡ് കൊണ്ട് തന്നുട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷവും, എന്താ പറയാ, എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ട് ആ ഒരു സമയത്ത്. എന്നിട്ട് ഞാൻ ശരി പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും
ഒരു ഇക്ക വരുന്നുണ്ടായിരുന്നു. ആ ഇക്ക അതേപോലെ വന്നിട്ട് ഫുഡ് മേടിച്ചു വെച്ചു. ഇല്ല ഞാൻ ഇതാ ഒരു ഉസ്താദ് ഒരു ബോക്സ് തന്നിട്ടുണ്ട് മതി പറഞ്ഞപ്പം മൂപ്പര് അത്ര നേരം ആ വെയിൽ കൊണ്ട് പിന്നെ വാങ്ങിച്ച ഭക്ഷണം അദ്ദേഹം എനിക്ക് തന്നു. അതും എനിക്ക് എന്താ പറയാ, ഇതൊക്കെയാണ് മനുഷ്യത്വം എന്ന് പറയണത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്താണ്, എന്താണ് കുഴപ്പമില്ല, ഞാൻ അവിടെ പോയി കഴിച്ചോളാം, മോള് വരുന്നോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ കുറെ ആൾക്കാർ ഇതാണ് എൻ്റെ പെങ്ങളുടെ വീടാണ്, അല്ല മോളുടെ വീടാണ്, നിനക്ക് ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ കയറാട്ടോ, അങ്ങനെയൊക്കെ. എന്താ പറയാ, ആ സ്നേഹത്തിന്റെ പാൽക്കടൽ നിങ്ങൾ ശരിക്കും കാണണം. അത് അനുഭവിച്ചാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ 100-300 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് ധന്യ സുഖല്ലേ, എന്താ വിശേഷം അങ്ങനെ ചോദിച്ച ആളുകളുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എവിടെയോ കിടക്കുന്നവളാണ്, ഒരു സാധാരണക്കാരിയാണ്. എന്നെ ഇത്രയും ആളുകൾ തിരിച്ചറിയാന്ന് പറയുമ്പോൾ എന്താ ഞാൻ പറയാ. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ദേവശോല ഉസ്താദിനും അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിനും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉസ്താദുമാർക്കും ആയുസ്സും ആരോഗ്യം ഒക്കെ ദൈവം നീട്ടിക്കൊടുക്കട്ടെ, നീന്നാൽ വാഴട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇങ്ങനെയുള്ള മനുഷ്യത്വമുള്ള ഉസ്താദുമാരുണ്ടെങ്കിലാണ് ഇതുപോലെയുള്ള പാവങ്ങൾക്ക് ഒരു അത്താണിയാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പാവങ്ങളുടെ പിതാവ് തന്നെയാണ് ഇവർ രണ്ടുപേരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പാവപ്പെട്ട ആളുകളാണ് ശരിക്കും ആ കല്യാണ വേദിയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടെത്തിട്ട്. ഞാൻ അമ്പലത്തിലത്തെ വീഡിയോ ഞാൻ ഡയറക്റ്റ് പോയി എടുത്തതാണ്. പിന്നെ എന്നോട് അവിടെ നിന്ന് ഒരു ഉസ്താദ് പറഞ്ഞിരുന്നു, ഇങ്ങനെ എത്തിയും കുട്ടികളുടെ വീഡിയോ എടുക്കരുത് കേട്ടോ, പബ്ലിക് ആക്കരുത് എന്ന്. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, ഇത് വേറെ കുറെ ആളുകൾ വീഡിയോ എടുത്തതാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ ജസ്റ്റ് ബ്ലർ ചെയ്തിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അത് ഞാൻ എടുത്തു പറയണം, കാരണം ഞാൻ എടുക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പൊ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി പറയുകയാണെ. അങ്ങനെ എന്താ പറയാ, 5 പവനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. മാഷാ അല്ലാ, 5 പവൻ എന്ന് പറയുമ്പോഴേ ഇന്നത്തെ വിലക്ക് എത്ര രൂപയായി അല്ലേ. അപ്പൊ 5 പവനും 25,000 രൂപയാണ് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ കേട്ടറിഞ്ഞത്. അപ്പോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്താട്ടാ. അപ്പോ ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സ്വർണമൊക്കെ കൊടുത്തും ഒരു പിതാവ് മക്കളെ പറഞ്ഞയക്കുന്ന ആ ഒരു അവസ്ഥ എന്താണ് നമുക്കറിയാലോ. ഇന്നിപ്പോ ഇപ്പൊ എൻ്റെ വീട്ടിലൊരു പെൺകുട്ടി വളർന്നു വരികയാണ്. എന്നെയും കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതെനിക്ക് പിന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് ഈ ഒരു സമയത്ത് ട്ടാ. എൻ്റെ അച്ഛൻ അനുഭവിച്ച വേദന എന്താണെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം എൻ്റെ ചേച്ചിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലാവരും സഹായിച്ചു. രണ്ടാമത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരാളും സഹായിക്കാനില്ല, ഒന്നുമില്ല. വെറും ഒരു പവൻ പോലും തികച്ചില്ല. കാരണം ഞാൻ തന്നെ അധ്വാനിച്ച് തുണിക്കടയിൽ പോയി സെയിൽസ് ഗേളായി എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ അത്യാവശ്യം പിന്നെ പൈസയൊക്കെ ചെറുതായിട്ട് സ്വരൂപിച്ച് ഒരു ബ്രേസ്ലെറ്റും ഒരു മണിമാലയൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ ഉണ്ടാക്കി സ്വരൂപിച്ചിട്ടാണ് എൻ്റെ കല്യാണമേ നടത്തിയത്. പക്ഷെ കയറി ചെല്ലുന്ന വീട്ടില് സ്വർണം കുറവാണ്, പൈസ കുറവാണ് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മാനസികാവസ്ഥ അതൊക്കെ അനുഭവിച്ചു വന്നവളാണ് ഞാൻ. അപ്പോൾ അതേപോലെ ആരും അങ്ങനെ പോവരുത്, അല്ലെങ്കിൽ സ്വർണത്തിന്റെയും പൈസയുടെയും പേരിൽ ആരും ബുദ്ധിമുട്ടരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയും, അതുപോലെ ഒരു അച്ഛൻ ഉണ്ടാവുന്ന വേദന ഒറ്റയ്ക്ക് ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും ആളുകളുടെ വേദന ഒറ്റയ്ക്ക് ഏറ്റെടുത്ത ആ ബഹുമാനപ്പെട്ട ദേവർഷോൽ ഉസ്താദിനെ ഞാൻ ശരിക്കും നമിക്കുകയാണ് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നല്ല മംഗളകരമായിട്ട് തന്നെ അവിടെ വിവാഹം നടന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനും സാധിച്ചു. ഒരു കച്ചറയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസുകാരടക്കം എന്നോട് വന്നിട്ടേ മോളുടെ പേരെന്താണ്, അപ്പൊ ഞാൻ ധന്യ, ധന്യ അല്ലേ, ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കേട്ടാന്ന് പറഞ്ഞു. നമ്മുടെ ആ ഒരു ഫ്രണ്ട് കവാടത്തിൽ ലേഡീസിന്റെ വഴിക്ക് പോകുന്നിടത്ത് 2 പോലീസുകാരുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു പോലീസ് സാറായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സാറിന്റെ പേര് എനിക്ക് വിട്ടുപോയി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദിയും സ്നേഹവും ഒരുപാട് കടപ്പാടും ഒക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. വീഡിയോ ലോങ് ആയി, പക്ഷെ എന്താ പറയാ, ഇത്രയും ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ കല്യാണത്തിന് പോയി എന്ന് പറയണം. അത്രയും നമ്മളൊക്കെ ഓരോരുത്തർ വിചാരിച്ചിരുന്നെങ്കിൽ അവിടെയല്ലേ എന്ന് വിചാരിക്കും. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം കൂടെ പറയാണ്ട്, ഒരാള് പറയുകയാണേ, അവിടെ ഒരു സെയിൽസിന് വന്ന ഒരാളാണ്. അദ്ദേഹം പറയാണ്, ഇത് വലിയ റീച്ചൊന്നും ഇല്ല ഇവിടെ, ഇത്രയും ആൾക്കാർ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ഇതൊന്നും എവിടെ അറിഞ്ഞിട്ടില്ലാന്ന്. അദ്ദേഹത്തിന് ഈ ഒരു മർക്കസും ഈ ഒരു ഉസ്താദിനെ കുറിച്ചും ഇവിടുത്തെ കല്യാണങ്ങളെ കുറിച്ചും ഒന്നും അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ ഞാനത് തിരുത്തിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്.
ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് അടിച്ചു നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് വരും കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് ആൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇന്നലെയാണ് കേട്ടോ അത് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അത്രയൊക്കെ തന്നെ, നമ്മൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, കല്യാണത്തിനെ കുറിച്ച് അറിയാത്ത ആളുകളുണ്ട്, അറിഞ്ഞ ആളുകളുണ്ട്. എന്തായാലും അറിഞ്ഞും അറിയാതെയും വന്ന ആളുകളും അറിഞ്ഞു വന്ന് അനുഗ്രഹിച്ച ഒരുപാട് ആളുകളും ആ ഒരു പിന്നെ സമൂഹ വിവാഹ വേദിയിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് നന്ദി. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോയിൽ പോയി, തലേ ദിവസമാണ് പോയത്. ഇവിടുന്ന് ഫുഡൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഫുഡ് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കച്ചവടം ഉണ്ണിയപ്പ കച്ചവടമാണ്, ഉച്ചയ്ക്ക് ഊടുമാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ മർക്കസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം 4 മണിയാണ്. ഇവിടുന്ന് 4 മണിക്ക് തലേ ദിവസം ശനിയാഴ്ച 4 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. 10-11 മണിയാകുമ്പോഴാണ് അവിടെ എത്തിയപ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട ഉസ്താദിനെ ഒന്ന് വിളിക്കുകയായിരുന്നു. അങ്ങനെ അവര് ബനാത്തിലെ ടീച്ചറെ ഏൽപ്പിക്കുകയായിരുന്നു ഞങ്ങളെ. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ അച്ഛനെ ബോയ്സ് ഹോസ്റ്റലിലും ഞങ്ങൾ ഗേൾസ് ഹോസ്റ്റലിലും ഞങ്ങൾ താമസിച്ചു. അതും ആദ്യമായിട്ട് കണ്ട ഒരു പരിചയം എന്നല്ല കേട്ടോ, എന്നും നമ്മുടെ കൂടെയുള്ള ഒരു കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു എനിക്ക് ആ ബനാത്തിലെ ടീച്ചറിനോടുള്ള ബന്ധം ഉണ്ടായത്. എന്തായാലും ആ ടീച്ചർക്കും 1000 നന്ദി. ഞങ്ങൾക്ക് താമസമൊരുക്കിയ ഇതിന് പിന്നിൽ ഒരുപാട് പ്രവർത്തിച്ച ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ 1000 നന്ദി ഈ അവസരം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.